ഇവിടെ ചുറ്റാ ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് മൊത്തം കശുമാവിൻ്റെ തോട്ടം, ഈ കശുമാവിൻ്റെ തൈകളുണ്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്തിന് കണ്ണാടിക്കുളം എന്നൊരു കുളം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടം വരെ നമുക്ക് ഇങ്ങോട്ടും കൂടെ വരാം, പക്ഷേ പറയാം ഡേഞ്ചറായ റോഡാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ മൊത്തം സ്ഥലത്തും അവർ ഇലക്ട്രിക് ലൈൻ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങി നശിപ്പിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അത്യാവശ്യം നല്ല റോഡാണ്. ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് റോഡ്. ഞാനിപ്പോൾ ന്യൂട്രലിലാണ് പോണത്. പക്ഷേ ഒരു സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറി വരുന്നൊരു അന്തരീക്ഷം. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ അധികം ആരെങ്കിലും സ്ഥലത്തെ കണ്ടിട്ടില്ല. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ഇനി അവിടെ പോയുമ്പോൾ തന്നെ അറിയാം. വഴി അങ്ങ് കിടക്കുകയാണ്. നമുക്കിത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്താൽ പോരെ? എനിക്ക് തോന്നുന്നേ ഇത് ഓരോ ആൾക്കാരുടെ വസ്തുവാണ്. എന്ന് വെച്ചാൽ ഈ റബ്ബറൊക്കെ ഉണ്ടല്ലോ, ഓരോ ആൾക്കാരുടെ റബ്ബറാണ്. അപ്പോൾ അതനുസരിച്ചാണ് അവർ ഈ പാർട്ടേഷൻ ചെയ്ത് അവർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഹിഡൻ സ്പോട്ടുകളുണ്ട്. നമ്മൾ ആരും കാണാത്തതും കണ്ടതും ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലത്ത് വരാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും അത്ര കിടില സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറി വരുന്ന ഒരു കിടില സ്ഥലമാണ്. നമ്മുടെ സ്ഥലം എത്താറായി, കണ്ണാടിക്കുളം എന്നാണ് പറയുന്നത്. ഞാൻ 2 പേർക്ക് ചോദിച്ചപ്പം അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇങ്ങനൊരു സ്ഥലമേ അവർ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ അല്പം മോശമാണ്. പക്ഷേ അങ്ങോട്ട് വലിയ പ്രശ്നമല്ല തോന്നുന്നു, ചില സ്ഥലങ്ങളിൽ മാത്രം. ഓൾമോസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 60-75 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടി. നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്ഥലം കണ്ണാടിക്കുളം എത്തിയിട്ടുണ്ട്. ഇത് കുളമല്ല, ഇത് റിസർവോയറാണ് കണ്ണാടിക്കുളം എന്ന് പറയുന്നത്. കാര്യമുണ്ട്, അപകടമാണ്. ഇവിടെ സൈഡിൽ കൈവരികളൊന്നുമില്ല. നമ്മൾ പയ്യെ തന്നെ ഓട്ടിക്കുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തെന്നി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ പയ്യെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടു തന്നെ ഓട്ടിക്കുക. മുകളിൽ നല്ല മലനിരകൾ, ഈ മണ്ണിടത്ത് മണ്ണിടിച്ച സ്ഥലങ്ങളുണ്ട്. നമുക്കിങ്ങനെ കറങ്ങിയാണ് വരേണ്ടത്. ഈ കുളത്തെ ടോട്ടലി നമുക്ക് കറങ്ങാൻ പറ്റും. കുളം ഇത് കണ്ണാടിക്കുളം എന്നൊക്കെയാണ് പറയുന്നത്. കുളം അറിയത്തില്ല, ചോദിക്കാൻ ചില സ്ഥലങ്ങളിൽ ഇത് ഫുള്ള് റബ്ബറാണ് കേട്ടോ. എൻ്റെ പൊന്നാശാനെ ഒരു വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് വെയിൽ. കുളം മൊത്തം കറങ്ങി കാണാൻ വണ്ടി ഇടയ്ക്കൊക്കെ തെന്നുന്നുണ്ട്. റോഡിലെ ഈ ചരളുകൊണ്ട് മാർത്താണ്ഡത്തിന് ജസ്റ്റ് ഒരു 15 കിലോമീറ്ററാണ് ഈ ഒരു കുളത്തിലേക്ക് വരാനുള്ള ദൂരം. കാരണം തമിഴ്നാട് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് പന. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആകർഷണമുള്ള സ്ഥലമാണ് പന കുളത്താണ്. പറഞ്ഞാൽ ഇവിടെ വീടുകളോ ഒന്നുമില്ല. കറക്റ്റ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരെ വണ്ടികൾ പോകുന്നുണ്ട്. ഇതിന് വല്ല സന്തോഷം. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ ചോദിക്കാം, ഇതിനെ പോയി കഴിഞ്ഞാൽ എവിടെ പോകാൻ പറ്റുമോ? നമുക്ക് മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അത് അത്രയും എളുപ്പം. ചേട്ടാ മെയിൻ റോഡിൽ പോകാൻ പറ്റുമോ? മെയിൻ റോഡിൽ പോകാൻ പറ്റുമോ? അറിയില്ലേ? അല്ല മെയിൻ റോഡിൽ പോകാൻ വേണ്ടി വന്നത്.
തന്നല്ലേ? ഓക്കെ. അതെ, ആ ചേട്ടൻ ചൂണ്ടിടാൻ വേണ്ടി വന്നാണ് പറയണത്. അപ്പം നമുക്ക് വണ്ടി ഒതുക്കി ഫോട്ടോ എടുത്തിട്ട് എസ്കേപ്പ് ആവാം. ഇതിലേക്ക് വണ്ടികളൊക്കെ ജെറ്റ് വിമാനം എങ്ങനെ പോകുന്നു ആ വഴിയാണ് പോകണം. ഇപ്പോൾ ഒരു ലോറി പോയതാണെങ്കിൽ എൻ്റെ പൊന്ന് ആരും പേടിച്ചു പോകും. കാര്യം അതിൻ്റെ വരക്കം കണ്ടു കഴിഞ്ഞാൽ അത്ര സ്പീഡിലാണ് ആ ലോറി വരുന്നത്. ഇവിടെ കുറച്ച് ഓക്കെ വരുന്നത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കിടിലം വ്യൂ പോയിന്റ് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരത് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ കറങ്ങി തന്നെ പോകാം. അപ്പം ഞാനിപ്പോൾ വഴി ആൾ ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫുള്ളും ചിറ്റാർ ഡാമിൻ്റെ സൈഡാണ്. ഈ സൈഡ് വഴി തന്നെ നമുക്ക് പോകാം. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു കയറാനൊരു ഓപ്ഷൻ മോശം വഴിയാണ്. കാടിനകത്തുള്ളൊരു മോശം വഴി കട്ട് ചെയ്താൽ പ്രശ്നമില്ലാതെ നമുക്ക് അപ്പുറത്ത് കയറാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ആ വഴി ട്രൈ ചെയ്ത് നോക്കാം. പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരും. എത്രത്തോളം സേഫ്റ്റിയാണെന്ന് അറിയത്തില്ല ആ വഴി. പക്ഷേ വല്ലപ്പോഴൊക്കെ ഈ സ്ഥലം പറഞ്ഞു ഞാൻ ഒരിക്കലും സ്ഥലത്തെ പറയുന്നത് കരുതിച്ചില്ല. ഡേഞ്ചറാണ്, 100% ഡേഞ്ചറാണ്. കാര്യം വേറെ ആരുമില്ല ഈ വഴിയിൽ. ചിറ്റാർ ഡാമിൻ്റെ സെക്കൻഡ് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ്. ജിയോ ഇല്ല, BSNL ഉണ്ട്. ജിയോ അങ്ങനത്തെ കണക്ഷനില്ല. വഴി ചില ഭയങ്കരങ്ങൾ വന്നിട്ടുണ്ട്. ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ വഴി സെലക്ട് ചെയ്തത് 2 കാരണമുണ്ട്. ഒന്ന്, വെയിൽ കുറവുണ്ട്. പിന്നെ ഞാനിപ്പോൾ കണ്ട ചേട്ടൻ പറഞ്ഞത് പുള്ളിക്കാരൻ ചൂണ്ടയിടാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ പനന്തേങ്ങ അടക്കാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇത്ര ആയതുകൊണ്ട് ഇവർ അടക്കാൻ വരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. ചുറ്റും ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡാണ്. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ണാടിക്കുളം എന്നാണ് പറയുന്നത്. അവിടെ ചിറ്റാർ ഡാമിൻ്റെ ഷട്ടർ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് മൊത്തം കശുമാവിൻ്റെ തോട്ടം, ഈ കശുമാവിൻ്റെ തൈകളുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും കശുമാവാണ് കാണുന്നത്. എവിടെ പോയാലും തമിഴ്നാട്. പക്ഷെ അതിൽ വളരെ ഈ സീസൺ ടൈമിൻ്റെ സെറ്റാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ കശുമാവ്. ചില ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവം എന്ന്. പിന്നെ ഈ കഴിയെ പോകുമ്പോൾ ബ്രേക്കൊക്കെ പിടിക്കുക, സൂക്ഷിച്ച് പിടിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ മണ്ണായതുകൊണ്ട് കിട്ടത്തില്ല, സ്കിഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്.